പോലീസ് കണ്ണടച്ചു. നടൻ മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നിർണായക വൈദ്യപരിശോധനാ ഫലം കാത്തു പോലീസ്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടി. അതേസമയം പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞു. അപകടം നടന്ന് 12 മണിക്കൂർ ശേഷമാണ് മണിയൻപിള്ള രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപകടം വരുത്തിയ കാർ കണ്ടെത്തുന്നതിൽ വൈകലുണ്ടായതും കാര്യമായ സംശയങ്ങൾക്കിടയാക്കുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വന്ന മണിയൻപിള്ള രാജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചതെന്നാണ് അറിയേണ്ടത്. അപകട സമയം രാജുവിനെ കസ്റ്റഡിയിലെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് പരിശോധിക്കാനുമായില്ല. അപകടം നടന്ന് 12 മണിക്കൂറിന് ശേഷമാണ് രാജുവിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താനായത്. പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും പോലീസിന്റെ തുടർ നടപടി. അതേസമയം പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണത്തിൽ മ്യൂസിയം SHOയുടെ മൊഴി രേഖപ്പെടുത്തി. വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മൊഴി. ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്. എന്തെങ്കിലും തരത്തിൽ പോലീസിൻ്റെ സൈഡിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് DCPയെ ചുമതലപ്പെടുത്തി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ചിട്ട് കൊടുക്കട്ടെ. ഓക്കെ. താൻ മദ്യപിച്ചിട്ടില്ലെന്നും 2024 മുതൽ മദ്യപിക്കാറില്ല എന്നുമാണ് ക്യാൻസർ രോഗി കൂടിയായ മണിയൻപിള്ള രാജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും അതിനാൽ ഒത്തുതീർപ്പിനില്ലെന്നും രാജു അറിയിച്ചു. പരിക്കേറ്റ 2 യുവാക്കൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.